ശ്രീ രവിശങ്കറിന്റെ ആർട്ട് ഓഫ് ലിവിംഗ് ഉണ്ട്. ഈ ആർട്ട് ഓഫ് ലിവിംഗ് ഭൂമി കയ്യേറി എന്നൊരു ആരോപണമുണ്ട്. ഇവിടെയല്ല, അങ്ങ് കർണാടകയിലാണ്. അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിരിക്കുകയാണ് കർണാടക സർക്കാർ. ബംഗളൂരു റീജിയണൽ കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള 11-അംഗ SIT ആണ് രൂപീകരിച്ചത്. SC/ST വിഭാഗക്കാരുടെ 180 ഏക്കർ ഭൂമി കയ്യേറിയെന്നും ആരോപണമുണ്ട്. അതേസമയം ആരോപണങ്ങൾ ആർട്ട് ഓഫ് ലിവിംഗ് നിഷേധിച്ചു. നിയമാനുസൃതമായാണ് ഭൂമി സ്വന്തമാക്കിയതെന്നും ആവശ്യമായ എല്ലാ സർക്കാർ അനുമതികളും ലഭിച്ച ശേഷമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയതെന്നുമാണ് വിശദീകരണം. വിനീത വേണുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. വിനീത, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് നമുക്കറിയില്ല. പക്ഷേ ആരോപണമുണ്ട് അതും SC/ST കുടുംബങ്ങൾക്കുള്ള ഭൂമിയാണ്. 150 ഏക്കറാണ് ഈ ആർട്ട് ഓഫ് ലിവിംഗ് ഏറ്റെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. ആർട്ട് ഓഫ് ലിവിംഗ് ആർട്ട് ഓഫ് തട്ടിപ്പായോ? ഡോക്ടർ അരുൺ, ഏതായാലും അത് SIT അന്വേഷിച്ച് കണ്ടെത്തട്ടെ. ഇപ്പോഴതൊരു ആരോപണം ശക്തമാവുകയും വലിയ രീതിയിൽ വിമർശനങ്ങൾക്ക് ഇടവരുത്തുകയും ചെയ്തതിന് പശ്ചാത്തലത്തിലാണ് കഗലിപുരയിലെയും പരിസര ഗ്രാമങ്ങളിലെയും സർവേ നമ്പർ 46 ഉൾപ്പെടുന്ന കയ്യേറ്റം ആരോപിക്കപ്പെട്ട സ്ഥലങ്ങൾ അതിന്റെ വസ്തുത പരിശോധിക്കുന്നതിന് വേണ്ടി SITയെ നിയോഗിച്ചിരിക്കുന്നത്. ശ്രീ രവിശങ്കറിന്റെ ആർട്ട് ഓഫ് ലിവിംഗും മറ്റ് അനുബന്ധ സംഘടനകളും ഒക്കെ ചേർന്ന് സർക്കാർ ഭൂമി കയ്യേറി എന്നതാണ് ആരോപണം. അതിലാണ് സമഗ്ര അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 3 മാസത്തിനുള്ളിൽ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാൻ അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നു. 1964 കർണാടക ലാൻഡ് റവന്യൂ ആക്ട്, 2011 കർണാടക ഭൂമി പിടിച്ചെടുക്കൽ നിരോധന നിയമം എന്നിവ പ്രകാരം ആണ് ഇപ്പോൾ ഉത്തരവ് റവന്യൂ വകുപ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. റീജിയണൽ കമ്മീഷണർ അമ്മാൻ ആദിത്യ ബിശ്വാസിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിൽ റവന്യൂ ഉദ്യോഗസ്ഥർ, ഭൂരേഖ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ എല്ലാ മേഖലയിലും വിശദമായ പരിശോധന നടത്തും. ഇതിൽ സംഘം അന്വേഷിക്കുന്നത് സർക്കാർ ഭൂമിയാണോ ഇത് എങ്ങനെയാണ് ഈ സംഘടനയ്ക്ക് ലഭിച്ചത്, ആർട്ട് ഓഫ് ലിവിംഗിന് ഇതിൽ ഈ ഭൂമി കൈവശം വയ്ക്കുന്നതിന് അധികാരമുണ്ടോ, ഇതിന്റെ രേഖകളുണ്ടോ, യഥാർത്ഥ ഗ്രാൻഡ് ഉണ്ടോ, നിയമപരമായ അവകാശികൾ ആരൊക്കെയാണ്, വ്യാജരേഖ ചമച്ചിട്ടുണ്ടോ തുടങ്ങിയ അന്വേഷണങ്ങളാണ് നടത്തുക. മാത്രമല്ല കോടതിയിൽ ചില കേസുകൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങളും പരിശോധിക്കും. കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമായതുകൊണ്ട് തന്നെ അറസ്റ്റ് ഉൾപ്പെടെ അല്ലെങ്കിൽ മറ്റ് കേസെടുക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകുമോ എന്ന് നമുക്കറിയില്ല. ഏതായാലും ഉപഗ്രഹ ചിത്രങ്ങൾ വഴി ഉൾപ്പെടെ പരിസ്ഥിതി നാശനഷ്ടങ്ങളെല്ലാം വിലയിരുത്തും. ജലാശയങ്ങളിൽ സർവേ നടത്തും. ഏതെങ്കിലും തരത്തിൽ ജലക്ഷാമം ഉണ്ടാക്കുന്നതിന് ഇടവരുത്തിയിട്ടുണ്ട്, അത്തരം ചില ആരോപണങ്ങൾ കൂടി ഉയരുന്നുണ്ട്. അതൊക്കെയും പരിശോധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഒരുപക്ഷേ ശ്രീ രവിശങ്കറിൽ നിന്ന് മൊഴിയെടുക്കാനും സാധ്യതയുണ്ട്. ഏതായാലും ആരോപണം ശക്തമായതിന് പിന്നാലെയാണ് സമഗ്രമായ ഒരു അന്വേഷണം വരുന്നത്. ആർട്ട് ഓഫ് ലിവിംഗ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ആരോപണം തള്ളി ചില പോസ്റ്റുകൾ വന്നത് മാത്രമേ ഉള്ളൂ. ഡോക്ടർ ഓക്കെ, ശരി. വിനീത വേണുവാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കർണാടകയിലാണ് സംഭവം. SC/ST വിഭാഗക്കാരുടെ ഭൂമി കയ്യേറി എന്നുള്ളതാണ് നേരിടുന്ന ആക്ഷേപം. ഇതിലിപ്പോൾ ആർട്ട് ഓഫ് ലിവിംഗ് അവരുടെ നിലപാട് വ്യക്തമാക്കി, ഞങ്ങളൊന്നും കയ്യേറിയിട്ടില്ല എന്നാണ് പറയുക. കയ്യേറി എന്ന് പറയൂ. അപ്പോൾ അന്വേഷണം നടക്കട്ടെ. അന്വേഷണത്തിന് ശേഷം എന്താണ് വസ്തുത എന്നുള്ളത് പുറത്തു വരട്ടെ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സർവശക്തനായ ദൈവമല്ലേ കള്ളനെയും ഭക്തനെയും സൃഷ്ടിച്ചത്? ഭക്തന്മാരും കള്ളന്മാരും അവരവരുടെ തൊഴിൽ ചെയ്യുന്നതിൽ മറ്റുള്ളവർക്ക് എന്താണ് കാര്യം? അതുകൊള്ളാലോ. ഭക്തന്മാരെ കള്ളന്മാരെ സൃഷ്ടിച്ചത് സർവശക്തനായ ദൈവമല്ലേ? അപ്പോൾ പിന്നെ ഭക്തന്മാർ കാണിക്കയിടുന്നു, അത് അവരുടെ ജോലി. അപ്പോൾ കള്ളന്മാരുടെ ജോലി എന്താ? ഇടുന്ന കാണിക്ക മോട്ടിക്കുക എന്നുള്ളതാണ് കള്ളന്മാരുടെ ജോലി. രണ്ടുപേരെ സൃഷ്ടിച്ചത് ദൈവമല്ലേ എന്നാണ് ഒരു പ്രേക്ഷകൻ ചോദിച്ചത്.